الله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم. Peace Radio. Tune to reality. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരു മാറ്റം ആവശ്യമാണ് എന്ന് ചിന്തിക്കാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ഇപ്പോൾ ജീവിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നും ഒരു വ്യത്യാസം ആവശ്യമാണ് എന്ന് പല സന്ദർഭങ്ങളിലും നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊരു മാറ്റം വരുത്താൻ നമ്മുടെ സമയക്കുറവ് കൊണ്ടും മറ്റു പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടും സാധിക്കാറില്ല എന്നതാണ് വസ്തുത. എന്നാൽ മനുഷ്യജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു മാസമാണ് വിശുദ്ധ റമളാൻ. ആ വിശുദ്ധ റമളാനിൽ മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജീവിതശൈലികളിൽ മാറ്റം വരുത്താനുള്ള തടസ്സം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും സാഹചര്യവും തന്നെയാണ്. പല ആളുകളും പറയാറുള്ളത്, എൻ്റെ ജോലി, ഞാൻ താമസിക്കുന്ന വീട്, പരിസരം, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പറ്റുന്ന അവസ്ഥയല്ല. ഞാൻ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി, എങ്ങനെ അത് നിന്ന് രക്ഷപ്പെടാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളാണ് പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ വർഷത്തിലൊരിക്കൽ വരുന്ന, വിശ്വാസികളെ തേടി വരുന്ന വിശുദ്ധ റമളാൻ ഒന്നാമതായി കൈവെക്കുന്നത് നമ്മുടെ സാഹചര്യത്തെ മാറ്റിക്കൊണ്ടാണ്. നിലവിലുള്ള മുഴുവൻ സാഹചര്യങ്ങളെയും നന്മക്ക് അനുകൂലമാക്കി പരിവർത്തിപ്പിക്കുന്നു എന്നതാണ് വിശുദ്ധ റമളാനിൻ്റെ ഒരുപാട് മഹത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അത് മനുഷ്യൻ്റെ സ്രഷ്ടാവ് ആ രൂപത്തിൽ തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. മനുഷ്യരെ അവൻ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അവൻ്റെ അടിമകളോട് അവന് അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവും കരുണയുമാണുള്ളത്. അവൻ്റെ മുഴുവൻ അടിമകളും ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നും അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി മനുഷ്യരെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, സ്വർഗത്തിൻ്റെ അവകാശികളാക്കാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ ദിവസവും വെച്ചിരിക്കുന്ന സംവിധാനമാണ് 5 വക്ത് നമസ്കാരം. ആ നമസ്കാരം നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ ചിന്തയോ അതുപോലെയുള്ള തെറ്റുകളിലേക്കോ അയാൾക്ക് പോകാൻ സാധ്യമല്ല. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ. നിശ്ചയമായും നമസ്കാരം എല്ലാ മ്ലേച്ഛമായ മോശമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടഞ്ഞു നിൽക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 5 വക്ത് നമസ്കാരം ഒരാൾ കൃത്യമായി നിർവഹിക്കുന്നുവെങ്കിൽ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ 5 തവണ ഒരു നദിയിൽ ഒരാൾ കുളിച്ച് വൃത്തിയായാൽ ഏതുപോലെ അയാളുടെ ശരീരം അഴുക്കിൽ നിന്ന് മുക്തമാകുമോ അതേപോലെ 5 തവണ നമസ്കാരം നിർവഹിച്ചാൽ ഒരാളുടെ മനസ്സിലുള്ള മുഴുവൻ തിന്മകളും മായ്ക്കപ്പെടുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 വക്ത് നമസ്കാരം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിനെ ഏറ്റവും ശരിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ഡെയിലി പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ആ നമസ്കാരത്തിൽ കണിശത കുറയുകയും അത് നഷ്ടപ്പെട്ടു പോവുകയും ശ്രദ്ധ കുറഞ്ഞു വരികയും ഒക്കെ ചെയ്യുമ്പോൾ ആഴ്ചയിലൊരിക്കൽ നിർബന്ധപൂർവ്വം വിശ്വാസികൾ പള്ളികളിൽ സമ്മേളിക്കുകയും അവിടെ നിന്ന് ഒരു ഉത്ബോധനം ശ്രവിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. അതാണ് രണ്ടാമതായി മനുഷ്യരെ സന്മാർഗത്തിൽ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അള്ളാഹു വെച്ച മറ്റൊരു സംവിധാനം. അതാണ് വെള്ളിയാഴ്ചകളിലുള്ള ഖുതുബകൾ. ആ ഖുതുബകളിൽ പങ്കെടുക്കുക എന്നത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. 3 വെള്ളിയാഴ്ചകളിൽ അകാരണമായി ഒരാൾ പങ്കെടുക്കാതിരുന്നാൽ അയാൾക്ക് അതിന് വലിയ പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ട് മതം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ
ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രയും വേഗം നിങ്ങൾ പള്ളികളിലേക്ക് എത്തിച്ചേരണം, അവിടെ നടക്കുന്ന ഉത്ബോധനങ്ങൾക്ക് ശ്രവിക്കണം എന്ന് നിർദ്ദേശിക്കുവാനുള്ള കാരണം അതാണ്. അങ്ങനെ ആഴ്ച തോറും ഉത്ബോധനങ്ങൾ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചുമുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവുകയും ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് മുക്തമായി ജീവിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും. സ്വാഭാവികമായും ആഴ്ചകൾ ആവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ, മാസങ്ങൾ കടന്നു മുന്നോട്ട് പോകുമ്പോൾ മാനുഷികമായ ദുർബലതകളുള്ളത് കൊണ്ട് തന്നെ തെറ്റിനോട്, തിന്മകളോട് ആഭിമുഖ്യം പുലർത്തി ജീവിക്കുന്ന ഒരു പ്രകൃതം മനുഷ്യ പ്രകൃതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റുകളിലേക്ക് നീങ്ങുന്ന, നന്മകളിൽ നിന്നകന്ന് തെറ്റുകളിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യം മനുഷ്യനുണ്ടാകാൻ സാധ്യത ഏറെയാണ്. പല സാഹചര്യങ്ങളിലും പെട്ട് അനാവശ്യമായ കാര്യങ്ങളിലൂടെ മനുഷ്യൻ നീണ്ടുപോകുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വർഷത്തിൽ ഒരു മാസക്കാലം അവൻ്റെ സാഹചര്യത്തെ തന്നെ മൊത്തം മാറ്റിയെടുത്ത് നന്മയ്ക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മാസമായി വിശുദ്ധ റമളാനിനെ അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക്, സമുദായങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നാം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി എന്നാണ്. അതുകൊണ്ട് ഒരു വർഷത്തിലൊരിക്കൽ വിശ്വാസി സമൂഹത്തെ മുഴുവൻ, അവൻ്റെ മുഴുവൻ ദുശ്ശീലങ്ങളുടെ സാഹചര്യങ്ങളെയും മാറ്റിക്കൊണ്ട് നന്മയിലേക്ക് ചിന്തിക്കാവുന്ന ഒരു സാഹചര്യത്തെ ഒരുക്കി തരികയാണ്. ഇദാ ജാ റമളാൻ വന്നു കഴിഞ്ഞാൽ ഫുതിഹത്ത് അബ്വാബു ജന്ന വഗുല്ലിഖത്ത് അബ്വാബുന്നാർ വസുഫിതത്ത് ശയാത്തീൻ, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും, പിശാച്ചിനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്യുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നന്മ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു തുറന്നു വെക്കുന്നു. അതൊരൊറ്റ ദിവസം കൊണ്ട് ചന്ദ്രപ്പിറവി കാണുന്നതോടുകൂടി ഓരോ കുടുംബത്തിലും, ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിലും, വിശ്വാസി സമൂഹം ജീവിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവരുടെ ജീവിതക്രമം തന്നെ മാറുന്നു. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകുന്നു. പകൽ സമയം മുഴുവൻ ഭക്ഷണം കഴിച്ചിരുന്നവർ ആ ഭക്ഷണം ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ലൈംഗികമായ വികാരങ്ങളിൽ നിന്ന് അവർ അകന്ന് ജീവിക്കുന്നു. ഭക്ഷണത്തിൻ്റെ ക്രമം തെറ്റുന്നു, ക്രമം മാറുന്നു. അതുപോലെ തന്നെ ജോലിയുടെ ക്രമങ്ങൾ, സമയങ്ങൾ മാറുന്നു. അതുപോലെ കൂട്ടുകെട്ടിൻ്റെ രീതി മാറുന്നു. എല്ലാവരും തിന്മ ചെയ്യുന്ന ഒരു സമയത്ത് പോലും എല്ലാവരും നന്മയുടെ കേന്ദ്രമായ പള്ളിയിലേക്ക് സ്വമേധയെ യാത്രയാകുന്നു. അങ്ങനെ സാഹചര്യം, നന്മ ചെയ്യാനുള്ള ഒരു സാഹചര്യം തന്നെ പ്രത്യേകമായി ഉണ്ടാക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ ഒരു സമ്മാനമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. ആ റമളാൻ ലഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അതൊരു വലിയ സൗഭാഗ്യമാണ്. നമ്മുടെ ദുശ്ശീലങ്ങളെ മാറ്റി, സാഹചര്യങ്ങളെ മാറ്റി നമുക്ക് നന്മയിലേക്ക് നടന്നു പോകുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് വിശുദ്ധ റമളാൻ. ഒരു റമളാൻ കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താത്ത ആളാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ റമളാനിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി നല്ലൊരു മാറ്റത്തിന്, വ്യക്തിപരമായ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കണമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അതിലെന്താണ് വിശുദ്ധ റമളാനിൽ നമുക്ക് ചെയ്യാനുള്ളത്? അതിലേറ്റവും ഒന്നാമത്തത് നോമ്പ് അനുഷ്ഠിക്കുക എന്നത് തന്നെയാണ്. ആ നോമ്പ് അനുഷ്ഠിക്കുക എന്നതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. അപൂർവം ചില ആളുകളെങ്കിലും, പണ്ട് കാലത്തത് കൂടുതലുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാവരും നോമ്പ് എടുക്കുന്ന ഒരു ശീലം ഉണ്ട് നാട്ടിൽ എന്നത് ഒരു നല്ല കാര്യമാണ്. എന്നാൽ അപൂർവം ആളുകളെങ്കിലും ഏതെങ്കിലും ഒരു വർഷത്തിൽ ഒരു വയറുവേദനയോ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ ഉണ്ടായതിൻ്റെ പേരിൽ പിന്നീട് റമളാൻ മാസം വരുന്നതോടുകൂടി എനിക്ക് സുഖമില്ലാത്തയാളാണെന്ന് പറഞ്ഞ് എന്നും നോമ്പ് നോൽക്കാതെ കഴിഞ്ഞുകൂടുന്ന അപൂർവം ചിലരെങ്കിലും കാണാം. എന്നാൽ പ്രത്യേകമായി ഡോക്ടർമാരുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ആളുകൾ മുഴുവനും നോമ്പെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നോമ്പിൻ്റെ ആത്മാവെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതുകൊണ്ടാണ് റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതെന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആത്മാവായ, റമളാനിൻ്റെ ആത്മാവായ ആ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമില്ലാതെയാണ് നമ്മൾ റമളാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള റമളാൻ ആവുകയില്ല, റമളാനിനെ ആദരിക്കലാവുകയില്ല. നല്ലൊരു വിവാഹം നടന്നു, പക്ഷേ നിക്കാഹ് മാത്രം നടന്നില്ല എങ്കിൽ അവിടെ
വിവാഹം നടന്നതായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുകയില്ല. അതുപോലെ തന്നെയാണ് കടലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശാലമായ ഒരു ജലസാഗരമാണത്. പക്ഷേ വെള്ളമില്ലാത്ത കടലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വെള്ളമാണതിൽ പ്രധാനം, അപ്പോഴാണ് കടലാകുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് റൂഹുണ്ടാകുമ്പോഴാണ്, ആത്മാവുണ്ടാകുമ്പോഴാണ് അയാളുടെ ശരീരത്തിന് പ്രാധാന്യമുണ്ടാകുന്നത്. റൂഹ് അകന്നുപോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മയ്യത്ത് എന്നാണ് വിളിക്കുക. അതെ, ഈ വിശുദ്ധ റമദാനിൻ്റെ റൂഹാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ റമദാനാകുന്ന കടലിലെ വെള്ളമാണ് ഈ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിനെ മാറോട് ചേർത്ത് പിടിച്ച് പരമാവധി അത് പാരായണം ചെയ്യുവാനുള്ള ഒരു സമയം വിശുദ്ധ റമദാനിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അലിഫ് ലാം മീം എന്ന് ഉച്ചരിച്ചാൽ 30 പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അഥവാ വിശുദ്ധ ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ 10 പ്രതിഫലം ലഭിക്കുമെന്നാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലം ലഭിക്കുമെന്നാണ്. അപ്പോൾ ആയിരക്കണക്കിന് വരുന്ന ആയത്തുകൾ ആവർത്തിച്ച് പാരായണം ചെയ്താൽ എത്രയാണ് വിശുദ്ധ റമദാൻ മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന പുണ്യമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാൻ മാസത്തിൽ കൃത്യമായി ഓരോ ദിവസവും ഇത്ര ഭാഗം ഞാൻ പാരായണം ചെയ്യുമെന്ന് തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാനുള്ള സമയവും സന്ദർഭവും നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. എവിടെയൊക്കെയാണോ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നത് അത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ ചെറുപ്രായത്തിൽ, പ്രത്യേകിച്ച് മദ്രസ പ്രായത്തിലൊക്കെ നമ്മൾ പാരായണം ചെയ്ത് പഠിച്ച് മനഃപ്പാടമാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ, സൂറത്തുകൾ പലതും മറന്നുപോയിട്ടുണ്ടാവും. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ അത് പാരായണം ചെയ്യുവാനും ഓർമ്മ പുതുക്കുവാനും ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹിഫ്ള് അഥവാ പാരായണ ബൈഹാർട്ടാക്കുക, മനഃപ്പാടമാക്കുക എന്നത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയാൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അതല്ലെങ്കിൽ കെട്ടാത്ത കുതിരയെപ്പോലെയായിരിക്കും. കെട്ടിയിടാത്ത കുതിര നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിനെ കാണുകയില്ല, അതിൻ്റെ പൊടി പോലും കാണുകയില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കാത്ത വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിൽ നിന്ന് ഓടിയകലും. പിന്നീട് ഒരിക്കലും പരിചയമില്ലാത്തതുപോലെ ആയിരിക്കും ആ സൂറത്തും ആ ആയത്തും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ നമ്മുടെ ഹിഫ്ളുകൾ, നമ്മൾ ഹൃദ്യസ്ഥമാക്കിയ ആയത്തുകൾ, സൂറത്തുകൾ അത് വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരാനും പുതിയ കുറച്ച് സൂറത്തെങ്കിലും പുതിയ കുറച്ച് ആയത്തുകളെങ്കിലും മനഃപ്പാടമാക്കുവാനുമുള്ള ഒരു ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ, അതുപോലെ പീസ് റേഡിയോ എന്ന പേരിൽ ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ വിഷയങ്ങൾക്ക് വമ്പിച്ച പ്രാധാന്യം കൊടുത്തുകൊണ്ട് 54 അതിലേക്കും പ്രോഗ്രാമുകളുമായി ഇപ്പോൾ നമുക്ക് പീസ് റേഡിയോ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ കയറി പീസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ആ റേഡിയോ 24 മണിക്കൂറും ഇസ്ലാമികമായ പാഠ്യപദ്ധതികൾ അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലുള്ള ആളുകൾക്കും പ്രത്യേകമായ വെളിച്ചം പകർന്നു നൽകിക്കൊണ്ടുള്ള ഒരു പ്രത്യേകമായ പദ്ധതിയാണ് പീസ് റേഡിയോ. ഏകദേശം 1 വർഷമായി അത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വാഹനത്തിൽ യാത്രയാകുമ്പോൾ അത് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബസ് കാത്തു നിൽക്കുമ്പോൾ, അങ്ങനെ ഒഴിവുള്ള സമയങ്ങളിലെല്ലാം ഈ ഇസ്ലാമികമായ ഈ ഒരു ആശയങ്ങൾ കേൾക്കുവാനുള്ള നല്ലൊരവസരമാണ് പീസ് റേഡിയോ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ പല ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ പ്രഭാഷണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രഭാഷണ പരിപാടികൾക്ക് പങ്കെടുത്താൽ ഒരുപാട് അറിവുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ പഠിക്കുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അത് മനഃപ്പാടമാക്കുക എന്നത് ഒരു അജണ്ടയായി എടുത്തുകൊണ്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, ഇതിൻ്റെ അവസാനത്തെ 10 വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ ഏറ്റവും മഹത്വമേറിയതാണ്. അത് ഒറ്റയിട്ട രാവുകളിൽ, അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു വമ്പിച്ച പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒറ്റയിട്ട രാവുകൾ പൂർണ്ണമായും ഇബാദത്തുകളിൽ, ആരാധനകളിൽ മുഴുകുന്നതിന് വേണ്ടി അതിനു മുമ്പ് തന്നെ വിശുദ്ധ റമദാനിൽ ആവശ്യമുള്ള, അതുപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും സാമഗ്രികളുമൊക്കെ നേരത്തെ വാങ്ങി വെക്കുകയും ആ നിലക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതും, അതിനുവേണ്ടി അവസാനത്തെ 10 വേണ്ടി പ്രത്യേകം ഒരുങ്ങുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം നോമ്പ് നോൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നമസ്കാരത്തിൻ്റെ കാര്യം. നിർബന്ധമായി നമസ്കരിക്കേണ്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പും ശേഷവും നമസ്കരിക്കേണ്ട സുന്നത്ത് നമസ്കാരങ്ങൾ, ഇതിനൊക്കെ എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ റമദാനിൽ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപൂർവം ചില ജോലിക്കാരൊക്കെ
പട്ടിണി കിടക്കും. നോമ്പെന്ന് പറഞ്ഞാൽ കേവലം ഒരു പട്ടിണി കിടക്കലല്ല. അങ്ങനെ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം പ്രതിഫലം ലഭിക്കുകയില്ല. അതോടൊപ്പം നിർവഹിക്കേണ്ട നമസ്കാരവും ദിക്റുകളും ദുആകളും മറ്റുള്ള ഇബാദത്തുകളും ഒക്കെ ചെയ്യുമ്പോഴാണ്, അത് നിയ്യത്തും ശരിയാകുമ്പോഴാണ് നമുക്ക് നോമ്പ് പ്രതിഫലാർഹമായി മാറുന്നുള്ളൂ. അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമസ്കാരത്തിൻ്റെ കാര്യത്തിലും കണിശതയും കൃത്യതയും വരുത്തുക. അത് ജമാഅത്തായി തന്നെ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഒരു 11 മാസം കൂടി അത് പ്രത്യേകമായി ആ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പരിശീലനമായിക്കൊണ്ട് ഈ മാസത്തെ യഥാർത്ഥത്തിൽ എടുക്കുക എന്നതാണ് നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യം. അപ്പോൾ ഇങ്ങനെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു മാസമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് വ്യക്തിപരമായി നമുക്ക് മാത്രം ലഭിച്ചാൽ പോരാ. ഇത് നമ്മുടെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ലഭിക്കേണ്ടതുണ്ട്. രക്ഷിതാവിനും അതുപോലെ തന്നെ നമ്മുടെ മാതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലഭിക്കേണ്ടതുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, ഇതിന് തടസ്സമായി നിൽക്കുന്നത് വിശുദ്ധ റമദാനിനെ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മാസമാക്കി ചില ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് പലപ്പോഴും ഇതിന് തടസ്സമായി വർത്തിക്കുന്നത്. അതായത് വിശുദ്ധ റമദാനിൽ യഥാർത്ഥത്തിൽ ഭക്ഷണം കുറയ്ക്കേണ്ട സമയമാണ്. പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. രാത്രി സമയത്ത് അത്യാവശ്യമായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് അങ്ങാടികൾ നോക്കിയാൽ, കവലകൾ പരിശോധിച്ചാൽ, ഹോട്ടലുകളിൽ പരിശോധിച്ചാൽ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് എന്തോ ഒരു ഭക്ഷണം കഴിക്കലിൻ്റെ മാസമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പബ്ലിസിറ്റിയും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അത് റമദാൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകമായ കുറേ വിഭവങ്ങൾ, കുറേ എണ്ണ ചേർത്തുകൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പലഹാരങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വടക്കൻ കേന്ദ്രങ്ങളിൽ നമ്മൾ പ്രത്യേകം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായി ഇതിൽ ഇടപെടൽ ആവശ്യമാണ്. ഇതിൽ 2 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ധൂർത്ത് കടന്നു വരുന്നു. അതൊരിക്കലും റമദാനിലാകട്ടെ അല്ലാത്ത കാലഘട്ടത്തിലാകട്ടെ ഒരിക്കലും പാടില്ലാത്തതാണ്. ലോകത്ത് പട്ടിണിയുടെ പൊരിവെയിലിൽ നിന്ന് വിയർക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ ഭക്ഷണം കൂടുതലുണ്ടാക്കി വേസ്റ്റാക്കി കളയുക എന്നത് ഒരു മനുഷ്യന് പാടില്ലാത്തതാണ്. വിശ്വാസികൾക്ക് ഒരു നിലക്കും പാടില്ലാത്തതാണ്. അത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ നാം തീരുമാനിക്കുക, നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഒരിക്കലും പാഴായി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം ഒന്ന്, അത് വേസ്റ്റ് ആകുന്നതിൻ്റെ ശിക്ഷ നമുക്ക് ലഭിക്കും എന്നതാണ്. സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നതിൻ്റെ ശിക്ഷ ലഭിക്കുമെന്നതാണ്. അതോടൊപ്പം നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ നിർവഹിക്കേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ, സഹോദരിമാർ, വീട്ടിലുള്ള ആളുകൾക്ക് ഇബാദത്തുകൾ നിർവഹിക്കേണ്ട ആ സമയത്തെയാണ് ഇത്തരം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും പലഹാരങ്ങൾക്ക് വേണ്ടി അവർ പകൽ സമയം ചെലവഴിക്കുകയും രാത്രി അത് കഴിച്ച് ബോധമില്ലാത്ത രീതിയിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്നൊരവസ്ഥയാണെങ്കിൽ എന്താണ് ആ നോമ്പ് കൊണ്ട് പിന്നെ ഒരു പ്രയോജനം? അതുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ ഈ രംഗത്ത് ആവശ്യമാണ്. നമ്മുടെ സ്ത്രീകൾക്കും നോമ്പ് നോൽക്കണം, നമ്മുടെ സ്ത്രീകൾക്കും ഖുർആൻ പാരായണം ചെയ്യണം, നമ്മുടെ ഉമ്മമാർക്ക് ദിക്റുകൾ ചൊല്ലാൻ കഴിയണം, നമ്മുടെ സഹോദരിമാർക്ക് വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ അവർക്കും ദിക്റുകളും ദുആകളും ചെയ്യുവാനും നേരത്തെ പറഞ്ഞ രീതിയിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനും അതോടൊപ്പം തന്നെ അത് ബൈഹാർട്ടാക്കുവാനും പഴയത് പുതിയത് പഠിക്കാനും മറന്നുപോയത് കൂടുതൽ മനസ്സിലേക്ക് ഓർമ്മിച്ചെടുക്കുവാനും ഒക്കെ അവർക്ക് റമദാനിൽ സമയം കൊടുക്കണം. അതിന് സമയം കൊടുക്കണമെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നിർബന്ധമാണ്. അത് ഈ വിശുദ്ധ റമദാനിൽ ഓരോ വീട്ടുകാരും കുടുംബത്തിലൊരു യോഗം ചേർന്ന് നമ്മുടെ ഭക്ഷണക്രമം എന്തായിരിക്കണമെന്നും അതേത് രൂപത്തിലായിരിക്കണം ക്രമീകരിക്കേണ്ടതെന്നും അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളും അതേപോലെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ദുർവ്യയം ചെയ്യുന്ന സമയവും ക്രമീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലും തൃപ്തിപ്പെടുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ റമദാനിനെ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിശുദ്ധ റമദാൻ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ അതിൽ ഭാഗവാക്കാകാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അഞ്ച് പേരുള്ള ഒരു വീട്ടിൽ ഉപ്പയും അതുപോലെ തന്നെ മൂത്ത മകനും മാത്രമേ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുകയുള്ളൂ, അതുപോലെ തന്നെ നോമ്പെടുക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് വേണ്ടി ഒരുക്കാനായിരിക്കും കുടുംബത്തിലെ ഉമ്മയ്ക്കും സഹോദരിമാർക്കും വിധി ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അത്തരമൊരവസ്ഥ ഇല്ലാതിരിക്കുവാൻ ഈ പ്രത്യേകമായൊരു ശ്രദ്ധ കുടുംബനാഥന്മാർ തന്നെയാണ് അതിന് മുൻകൈയെടുക്കേണ്ടത്. അവർ പറയണം, ഞങ്ങൾക്ക് വലിയ ഭക്ഷണമൊന്നും വേണ്ടതില്ല,
എല്ലാവരും കഴിക്കുന്നത് പോലെയുള്ള ഭക്ഷണം മതി, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ നിൻ്റെ നമസ്കാരവും നിൻ്റെ ദിക്റുകളും ദുആകളും നഷ്ടപ്പെടരുത് എന്ന ഒരു ഉറച്ച ഉപദേശം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. അപ്പോൾ കുടുംബസമേതം നോമ്പ് നോൽക്കുക, അതിന് എല്ലാവർക്കും സമയം കൊടുക്കുക, മറ്റ് ദുർവ്യയം ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ അങ്ങാടികളിൽ ഒരു റമളാൻ ഓഫറുകളുടെ പിന്നാലെ പോകുന്ന കച്ചവടക്കാർ എല്ലാ ആഘോഷങ്ങളെയും അവർ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഓണമാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, മറ്റ് മതവിശ്വാസികളുടെ ഏതെങ്കിലും ആഘോഷങ്ങളോ ആചാരങ്ങളോ ആകട്ടെ, അതെല്ലാം ഓണം ഓഫർ, അതേപോലെ ക്രിസ്മസ് ഓഫർ എന്ന് പറഞ്ഞ് രംഗത്ത് വരികയും അങ്ങനെ അവരുടെ വിപണി കൊഴുപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് റമളാൻ ഓഫർ എന്ന് പറഞ്ഞ് കച്ചവടം പൊടി പിടിപ്പിക്കുന്നൊരവസ്ഥ. അങ്ങനെ കച്ചവട സ്ഥാപനങ്ങളിൽ മണിക്കൂറുകൾ നമ്മുടെ ഡ്രസ്സ് തിരയുവാനും അത് മാറ്റിയെടുക്കുവാനും വേണ്ടി അർദ്ധരാത്രികളിൽ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് അങ്ങാടികളെ ഊരു ചുറ്റുന്ന ഒരവസ്ഥ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ച് എഡിറ്റ് ചെയ്ത് ഓരോ കുടുംബനാഥനും അതിൽ ഇടപെട്ടുകൊണ്ട് വിശുദ്ധ റമളാൻ മാസത്തിൽ ഒരിക്കലും തന്നെ ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടികളിലും നമ്മുടെ സമയം ചെലവഴിക്കാതെ, അനാവശ്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് പായിപ്പിക്കാതെ, നമ്മുടെ വീട്ടിൽ കുടുംബത്തോടൊപ്പം ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധ പാലിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമളാനിനെ വരവേൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അങ്ങനെ വിശുദ്ധ റമളാനിനെ നമുക്ക് സ്വീകരിക്കുവാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന്. വിശുദ്ധ റമളാനിലെ നന്മകൾ നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും കിട്ടണം എന്ന ഒരു തീരുമാനം എല്ലാവരും എടുക്കേണ്ടതുണ്ട്. അത് കുടുംബനാഥനും അതേപോലെ തന്നെ കുടുംബത്തിലെ ഉമ്മയും മറ്റു കുടുംബാംഗങ്ങളും എല്ലാവരും ആ ഒരു തീരുമാനമെടുത്താൽ മാത്രമേ റമളാനിനെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിലൊന്ന് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഭക്ഷണമാണ്, മറ്റൊന്ന് ഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മറ്റൊന്ന് മറ്റുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കൂട്ടുവാനുള്ള ഒരു ത്വര നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെ നമ്മൾ പ്രത്യേകമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും അതിന് പ്രത്യേകമായൊരു നിയന്ത്രണം നമ്മൾ വെച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് ഈ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ ഒരു കാരണവശാലും സാധ്യമാവുകയില്ല. വാട്സപ്പും ഫേസ്ബുക്കും ഒരു കൃത്യമായ നിയന്ത്രണം ആർക്ക് ചെലുത്താൻ കഴിയുന്നുവോ അവർക്ക് മാത്രമേ വിശുദ്ധ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. കാരണം ഒരുപാട് സമയം നമ്മുടെ ഈ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതുകൊണ്ട് പവിത്രമായ, പരിപാവനമായ, പരിശുദ്ധമായ ഈ വിശുദ്ധ റമളാനിൽ ഒരു കാരണവശാലും നമ്മുടെ സമയം അപഹരിച്ചു പോകാതിരിക്കുവാനുള്ള ഒരു സൂക്ഷ്മമായ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഇടപെടൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന വിഷയങ്ങളോടും നമുക്കുണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അതുപോലെ തന്നെ ദിക്റുകളും ദുആകളും ജമാഅത്ത് നമസ്കാരങ്ങളുമെല്ലാം നമുക്ക് നമ്മുടെ പരിധിക്കകത്ത് കൊണ്ടുവരാനും അത് നിർവഹിക്കാനും കഴിയുകയുള്ളൂ. അത് റമളാനിൽ മാത്രം ഒതുങ്ങുക എന്നതല്ല, റമളാൻ മാസം കഴിഞ്ഞാലും നമുക്കത് കൃത്യമായി കൊണ്ടുപോകുവാൻ, ശീലിച്ച് കൊണ്ടുപോകുവാനുള്ള ഒരു പരിശീലനം കൂടിയാണ് യഥാർത്ഥത്തിൽ റമളാൻ മാസം. വിശുദ്ധ റമളാനിൽ ചെയ്യുന്ന നോമ്പ് പിന്നീട് സുന്നത്ത് നോമ്പുകളായി മറ്റു മാസങ്ങളിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജമാഅത്ത് നമസ്കാരം റമളാനിന് മാത്രമല്ല, അത് റമളാൻ കഴിഞ്ഞാലും ആ ജമാഅത്ത് നമസ്കാരം അതുപോലെ തുടർന്നു പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം നിയന്ത്രിക്കുക എന്നത് റമളാൻ കഴിഞ്ഞാൽ എന്തുമാകാം, എത്രയുമാകാം എന്നതല്ല, ആ റമളാനിൽ നേടിയ ആ ഒരു പരിചയം വെച്ചുകൊണ്ട് ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ന് വ്യായാമമില്ലാത്തത് കാരണത്താൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് ഇളം തലമുറയെപ്പോലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭക്ഷണത്തിൽ കൃത്യമായ ഇടപെടൽ അനിവാര്യമാണ്. ആ ഭക്ഷണത്തിലുള്ള ഇടപെടൽ റമളാനിൽ നമ്മൾ ശീലിക്കുകയും റമളാൻ മാസം കഴിഞ്ഞാലും അത് തുടർന്ന് സൂക്ഷിച്ചു കൊണ്ടുപോവുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ആരോഗ്യത്തെ പോലും നമുക്ക് നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. നല്ലൊരു ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ നല്ലൊരു മനസ്സുണ്ടാവുകയുള്ളൂ. നല്ല സജീവമായ ഒരു മനസ്സിൽ നിന്ന് മാത്രമേ ദിക്റുകളും ദുആകളും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഉണ്ടാവുകയുള്ളൂ. സജീവമായ ഇബാദത്തുകൾ ഉണ്ടാവുകയുള്ളൂ. ആ സജീവതയിൽ നിന്ന് മാത്രമേ ആത്മാർത്ഥതയുണ്ടാവുകയുള്ളൂ. അതല്ലാതെ
നമ്മുടെ ഭക്ഷണത്തിലും സമയത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ഒരു ക്രമവുമില്ലാതെ ക്രമം തെറ്റി ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാളുടെ ജീവിതത്തിൽ യാതൊരു നിലയും നിലപാടും അയാൾക്കുണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അടിമുടി ഒരു മാറ്റം വരുത്താൻ ലഭിച്ച ഒരു സുവർണാവസരമാണ് വിശുദ്ധ റമളാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ വിശുദ്ധ റമളാനിനെ അങ്ങനെ ഉൾപ്പെടുത്തുവാൻ, അങ്ങനെ സ്വീകരിക്കുവാനും, അങ്ങനെ കുടുംബസമേതം അത് നിർവഹിച്ചുകൊണ്ട് കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അതിന് ഈ വിശുദ്ധ റമളാൻ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. نحن بالأحلام أحلى إنه عهد جديد اسمه عهد السلام عهد السلام.